കള്ളനോ? എവിടെ എവിടെ? അയ്യോ, കള്ളനതാ രക്ഷപ്പെട്ടു പോകുന്നേ. കദീസു, എവിടെയാ കദീസു കള്ളൻ? നിന്റെ വീട്ടിലാണോ? അതെ ചേട്ടാ, കള്ളനെ എന്റെ വീട്ടിലോട്ട് വന്നതാ രക്ഷപ്പെട്ടു പോകുന്നേട്ടാ. എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഇതാ നമ്മുടെ നാട്ടിലെ ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ, കള്ളനെ രക്ഷപ്പെട്ടു പോയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എടി കദീസു, നിന്റെ വീട്ടിൽ നിന്ന് കള്ളന് വല്ലതും കട്ടോണ്ട് പോയോ? ആ ചേട്ടാ, കുറച്ച് പൈസ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിനെ. ആ പൈസ കള്ളനെ കട്ടോണ്ട് പോയി. ആ കുറച്ച് പൈസ എടുക്കുമ്പോ തന്നെ ഞാൻ അവിടെ എത്തി. അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പൊന്നും കൂടി കൊണ്ടുപോട്ടി. അയ്യോ, പൈസ കൊണ്ടുപോയോ? ഉമ്മച്ചി ഉമ്മച്ചി, കൊച്ചാപ്പ എവിടെ ഉമ്മച്ചി? ആരുടെ കൊച്ചാപ്പയോടാ അത്? പോലീസ് വന്നപ്പോഴേ നിന്നെയും കൂടി ജയിലെടുക്കാൻ പറയാട്ടോ കൊച്ചാപ്പയുടെ വെച്ച്. കൊച്ചാപ്പ പോലും കൊച്ചാപ്പ. നിങ്ങൾക്കറിയോ ചേട്ടാ, ആ കള്ളനെ ഭയങ്കര ബുദ്ധിശാലിയാ. നമ്മളെ കുഞ്ഞാപ്പൂല്ലേ ചേട്ടാ, അത്ര പെട്ടെന്നൊന്നും ആർക്കും അവനെ പറ്റിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഈ കള്ളനുണ്ടല്ലോ, ഓൻ എത്ര പെട്ടെന്നാ പറ്റിച്ചത്. ദുബായിലെ കൊച്ചപ്പാന്ന് പറഞ്ഞപ്പോ ഇവന് വിശ്വസിച്ചു. എന്നോട് കള്ള കഥയും പറഞ്ഞിട്ടുണ്ട്. പണ്ടേ ചെറുപ്പത്തിൽ നാളെ വിട്ടതാണ്. ഇവനാണെങ്കിലോ അത് പെട്ടെന്ന് വിശ്വസിക്കുകയും ചെയ്തു. എന്താ, എന്ത് പറ്റി? ഇവിടെ കള്ളൻ കള്ളൻ എന്നുള്ള സൗണ്ട് കേട്ടല്ലോ. മോനെ, നമ്മുടെ നാട്ടിലേക്ക് ഒരു കള്ളം വന്നിട്ടുണ്ട്. എന്ത് കള്ളനോ? അതെ മോനെ, എന്റെ പോരയിലുള്ള പൈസ മൊത്തം ആ കള്ളൻ കട്ടുകൊണ്ട് പോയി. അയ്യോ താത്ത, എന്നിട്ട് നിങ്ങൾ പോലീസിനെ വിളിച്ചോ? ആ മോനെ, ഞാനേ പോലീസിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഇപ്പൊ വരാന്ന് പറഞ്ഞിരിക്കണം. അയ്യോ ദേവി, കള്ളനോ? അയ്യോ കള്ളം വന്നോ? എനിക്കെല്ലാം മിസ്സായി. ആ കുഞ്ഞാപ്പൂന് രണ്ടടി കൊടുക്കുന്നത് കാണാൻ ഞാൻ ഇത്ര ദിവസമായി ആഗ്രഹിക്കുന്നത്. അത് പറ്റില്ലല്ലോ. ഓ അതെയോ നീരോ? ഓ അങ്ങനെയൊക്കെ ഉണ്ടായോ? എന്ത്, ആ ജോലിക്ക് വന്ന ലക്ഷ്മി അമ്മയെ അടിച്ചോന്നോ? പാവം അവര്. അവർക്ക് എന്തേലും പറ്റിയോ? ഓ ഒന്നും പറ്റാഞ്ഞത് ഭാഗ്യല്ലേ. ഓ എത്രയാ, കൊറേ പൈസ പോയിട്ടുണ്ടോ? അളിയ, നിങ്ങൾ വീടൊക്കെ നന്നായിട്ട് പൂട്ടിയിട്ടല്ലേ വന്നത്? അയ്യോ അറിയില്ല ചേട്ടാ. ലാസ്റ്റ് അച്ചുവാ കഥകൊക്കെ പൂട്ടിയിട്ട് വന്നത്. എടി അച്ചു, നീ കഥകൊക്കെ നന്നായി പൂട്ടിയിട്ടല്ലേ വന്നത്? അതെ ചേട്ടാ, ഞാനേ കഥയൊക്കെ നന്നായി വൃത്തിക്ക് പൂട്ടിയിട്ടാ വന്നത്. ഇനി നമ്മുടെ നാട്ടിലെ ഈ കുറച്ചു കാലം ഈ കള്ളന്റെ കഥയായിരിക്കും ഓടുക അല്ലേ? ആ അതെ അതെ. അല്ല, അമ്മക്ക് വിളിച്ചേ കുറച്ച് ജാഗ്രതയോടെ ഇരിക്കാൻ വേണ്ടി പറയാല്ലേ? വേണ്ട വേണ്ട, അതിനൊന്നും ആവശ്യമില്ല. ഇനിയിപ്പോ വിളിച്ചാലുണ്ടല്ലോ അമ്മ ഏറെ പേടിക്കും. നമ്മൾ നാളെ പോകുന്നുണ്ടല്ലോ, പിന്നെന്തിനാ അമ്മയോട് വിളിച്ചു പറയുന്നത്? ആ അത് ശരിയാ. ഇനിയിപ്പോ വെറുതെ വിളിച്ചിട്ടേ അമ്മ കൂടുതൽ പേടിക്കണ്ട. ആ കുഞ്ഞാപ്പൂനെ അടി കൊടുക്കുന്നത് കാണാൻ മിസ്സായി. ചേട്ടാ, നിങ്ങൾ ഇതിനു മുമ്പേ ബോട്ട് ഹൗസിൽ താമസിച്ചിട്ടുണ്ടോ? ഏയ് ഇല്ലില്ല. എവിടുന്ന് താമസിക്കാൻ? എങ്കിലേ നമുക്ക് നേരെ ബോട്ട് ഹൗസിലോട്ട് വിട്ടാലോ? ഇന്ന് അവിടെ സ്റ്റേ ആക്കാം. ആ അതെ അതെ. ആ കുഞ്ഞാപ്പൂനെയോ? ആ അതേനെ, അവന്റെ കൊച്ചാപ്പാന്ന് പറഞ്ഞിട്ടേ ആ കള്ളനെ പറ്റിച്ചതാണത്രേ. ഇത് ചിലപ്പോ ഏതോ അറിഞ്ഞ കള്ളനായിരിക്കും. വീട്ടിൽ ആരുമില്ലാത്ത കുട്ടികൾ മാത്രമുള്ള സമയം നോക്കി വന്നതല്ലേ. കുട്ടിയോട് പെട്ടെന്നല്ലേ പറ്റിക്കപ്പെടാ. ആ കദീഷിന്റെ വീട്ടിൽ വീട്ടുപണിക്കൊക്കെ വരുന്ന ലക്ഷ്മി അമ്മയില്ലേ, അവരെയും അടിച്ച് തറയിലിട്ടത്രേ. അയ്യോ, ഇത്രയൊക്കെ സംഭവിച്ചോ? ആന്ന്, ഇപ്പൊ പോലീസൊക്കെ വന്നത്രേ. ഇപ്പൊ നമ്മളെ നാട് മൊത്തം കള്ളനെ തെരച്ചിലാണത്രേ. പോലീസൊക്കെ വന്നല്ലേ, ഇനി പെട്ടെന്ന് കിട്ടുമായിരിക്കും കള്ളനെ.